ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പം നമ്മൾ ഓൾറെഡി കമ്പനി അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി എന്താണ് കമ്പനി, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മളിതിൻ്റെ പാർട്ട് 2 ആണ്, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. വായിക്കാം. In the event of the company being wound up, the members shall have the liability to contribute to the asset of the company in accordance with the Companies Act. Limited liability means the liability of a member is limited to particular amount, and beyond that limit they cannot be asked to contribute anything towards the payment of company's liability. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കമ്പനി പറഞ്ഞ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. അതായത് നമ്മളൊരു കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് കമ്പനിക്ക്, അല്ലെ, മെമ്പേഴ്സ് കമ്പനിക്ക് വേണ്ടി ഫണ്ട് ഇറക്കുകയാണ്. അപ്പോൾ ഈ ഫണ്ട് ഒരു ലിമിറ്റ് വരെ മതി, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മീനിങ്. അതായത് ആ ലിമിറ്റിന് മുകളിൽ ഒരു കമ്പനിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടായാൽ, അല്ലെങ്കിൽ ബാധ്യത കമ്പനിക്ക് ഉണ്ടായാൽ, ആ ഇട്ട പണത്തിന് മുകളിൽ ഒരു ഫണ്ട് പോലും ഈ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് കമ്പനിക്ക് അവിടുത്തെ ഷെയർസ് എന്താണ്, ലിമിറ്റഡ് ആണ്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ബാധ്യത എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതാണ് ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ദ ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ദ ഷെയർ ഹെൽഡ് ബൈ ഹിം. അതായത് ആ വ്യക്തിക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷെയറിന് ഒരു നോമിനൽ വാല്യൂ ഉണ്ട്, അതിന് മുകളിലോട്ട് ഒരിക്കലും കൊടുക്കണ്ട, അത്രയും ആ ഒരു ലിമിറ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു ഗ്യാരണ്ടി എമൗണ്ട് കൂടെ പറയും, ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലുപരി ഒരു ഗ്യാരണ്ടി എമൗണ്ട് പറയും. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കമ്പനിക്ക് ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇത്ര എമൗണ്ടും കൂടെ തന്നുകൊള്ളാം എന്ന് ഒരു ഗ്യാരണ്ടിയും കൂടെ പറയുന്നതിനെയാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതാണ് അടുത്ത സെൻറ്റൻസ്. ദ ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം ടു സച്ച് amount as the member may undertake to contribute to the asset of the company in the event of a company being wound up. അടുത്തതാണ് പെർപെച്വൽ സക്സഷൻ. ഇത് ഓൾറെഡി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നല്ലപോലെ പഠിക്കുക, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. അപ്പോൾ പെർപെച്വൽ സക്സഷൻ ആയിക്കോട്ടെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, ഇത് ഓൾറെഡി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. അതായത് ഒരു ബിസിനസ്സിന് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ബിസിനസ്സിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അവിടുത്തെ ഒരു മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അവർ ഇൻസോൾവെൻറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്നാലും കമ്പനി എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണല്ലോ, അപ്പോൾ അതെന്ത് ചെയ്യും, അവർ തുടരും. കമ്പനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എന്താണ്, ഒരു സെപ്പറേറ്റാണ്. അതായത് മെമ്പറിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്. അവരൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പനീസ് ആക്ട് വെച്ചുകൊണ്ടാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, അതായത് ഏതൊരു ഷെയറും നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഷെയറുകളൊക്കെ വാങ്ങുന്നില്ലേ, അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഷെയർ വാങ്ങും, വിൽക്കും. അപ്പോൾ ഒരു ഷെയർ എന്ത് ചെയ്യാം, വേറൊരാൾക്ക് പർച്ചേസ് ചെയ്യാനും അത് സെയിൽ ചെയ്യാനും ഒക്കെ സാധിക്കും. സെപ്പറേറ്റ് പ്രോപ്പർട്ടി, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കമ്പനിക്ക് അവരുടെ കമ്പനിയുടെ ഓണർഷിപ്പിൽ അവർക്ക് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസും അസറ്റും ക്യാപിറ്റലൊക്കെ ഓണർഷിപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ലീഗൽ റൈറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഈ പോയിൻറ്റ്സ് മുഴുവൻ നമ്മൾ പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. കമ്പനിക്ക് ലീഗൽ റൈറ്റ്സുകളുണ്ട്. പിന്നെ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്, കമ്പനിക്കെതിരെയോ അല്ലെങ്കിൽ കമ്പനിക്ക് ആരെങ്കിലെയോ എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാം. അത് കേസുകളൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കുകയോ അല്ലെങ്കിൽ കേസുകളുണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യാം. ഇനി മറ്റ് അഡ്വാൻറ്റേജസ്, ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത വേറെ അഡ്വാൻറ്റേജസ്. എ കമ്പനി ഹാസ് ആൻ autonomy and independence to frame its own policy and implement them in accordance with the provisions contained in the memorandum, articles of association and the Companies Act.
കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു കമ്പനിക്കകത്ത് ഞാൻ വേറെ 2-3 വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിൻ ചെയ്തേക്കാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. അതായത് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന ടോപ്പിക്കുകൾ. അപ്പം ഒരു കമ്പനിയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 2 ഡോക്യുമെൻറ്റുകളാണ് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പം നിങ്ങളത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമ്പനിക്ക് ഉള്ള ഒരു റൈറ്റ്, മറ്റൊരു റൈറ്റാണ്, അല്ലെങ്കിൽ അതൊരു കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡൻ്റ് അവകാശമാണ്. അവർക്ക് അവരുടെ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും ഒക്കെ അവരുടേതായിട്ടുള്ള പോളിസികൾ, കമ്പനിയുടെ പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അല്ലെങ്കിൽ ആർട്ടിക്കിളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രകാരം കമ്പനികൾക്ക് അവരുടെ കമ്പനിയിലെ പല കാര്യങ്ങളും അവർക്ക് ആ ഒരു പ്രൊവിഷൻ വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ, മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അവർ തന്നെ കമ്പനിയുടെ പോളിസീസൊക്കെ അതിനകത്ത് കാണും. അതായത് റൂൾസ്, റെഗുലേഷൻസ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ കമ്പനിക്ക് ആ പോളിസികൾ ഈ മെമ്മോറാണ്ടത്തിനകത്ത് കൃത്യമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി അട്രാക്ട്സ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ദസ് ഹെൽപ്പ് ഇൻ പ്രൊമോഷൻ ഓഫ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് എഫിഷ്യൻസി. അപ്പം കമ്പനിയുടേതായിട്ടുള്ള പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സ്കിൽസ് അവർക്കുണ്ട്. അപ്പം പല ലീഡർഷിപ്പ് ക്വാളിറ്റികളും മാനേജ്മെൻറ്റിനുണ്ടല്ലോ. അപ്പം നമ്മൾ മാനേജ്മെൻറ്റിനകത്തൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പല ലീഡർഷിപ്പ് സ്ട്രാറ്റജികളും ലീഡർഷിപ്പ് ചെയ്യുന്ന രീതികളും. അപ്പോൾ അത് അവരെ ആ ഒരു എഫിഷ്യൻസിയിൽ എത്തിക്കുന്നു, കമ്പനിയുടെ ഓവറാൾ എഫിഷ്യൻസിയിൽ അത് എത്തിക്കുന്നു. അടുത്ത, ഈ കമ്പനി ഹാസ് ദ പ്രിവിലേജ് ഓഫ് കളക്ടിങ് ഇൻട്രസ്റ്റ് ഫ്രീ മണി ഫ്രം ദ പബ്ലിക് for its business by making a public issue or through private placement of shares and other securities. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് പബ്ലിക്സിൻ്റെ കയ്യിൽ നിന്നും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ, അത് സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ഇനിയായിരിക്കും ആ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ആണെങ്കിലും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ആണെങ്കിലും കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കമ്പനിക്ക് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. കമ്പനിയുടെ പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ മാത്രം ആ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഷെയർ ആണെങ്കിൽ ഷെയറിൻ്റെ ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സാണ് അവർ ഇഷ്യൂ ചെയ്തെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് കാണും. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളും വേറെയുണ്ട്. അപ്പം മോർ പ്രൊസീജിയർ, ഫോർമാലിറ്റീസ് ആൻഡ് എക്സ്പെൻസസ്. Unlike other form of business organization, the formation of a company requires a number of formalities to be complied with. It involves considerable amount of time and money. At the time of registration, various documents such as memorandum and articles of association, along with certain other documents, are to be filed with the Register of Companies for the registration. അപ്പം നമ്മൾ പറഞ്ഞു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് രജിസ്ട്രാറിൻ്റെ കീഴിലാണ് ROCയുടെ കീഴിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെൻറ്റുകളാണ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പം ഈ 2 ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഒരു കമ്പനി, ഇപ്പം നമുക്കറിയാം കമ്പനി അല്ലാതെ വേറെ ബിസിനസ് ഫോമുകളുണ്ട്. പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, നമ്മൾ കൊമേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കമ്പനിയെ ഡിഫറൻ്റ് ആക്കുന്നത് അഡ്വാൻറ്റേജുകളും ഉണ്ട്, ഡിഫറൻ്റ് ആക്കാറുണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു പ്രധാന പ്രശ്നം ഒരുപാട് ഫോർമൽ പ്രൊസീജിയറുകൾ കമ്പനിക്ക് ഉണ്ട്. വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഫോർമൽ പ്രൊസീജിയേഴ്സാണ് കമ്പനിക്കുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ടൈമും മണിയും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്തൊരു ഡിസഡ്വാൻറ്റേജാണ് കനോട്ട് എക്സസൈസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഓവറോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു കമ്പനി ഒരു ലീഗൽ റൈറ്റ്സ്, ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിലും അവർക്കുള്ള ലീഗൽ റൈറ്റ്സുകൾ പലതും കിട്ടാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരു നാച്ചുറൽ പേഴ്സൺ ഉള്ള ലീഗൽ റൈറ്റുകളും ഒരു കമ്പനി പോലെയുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷന് ഉള്ള ലീഗൽ റൈറ്റുകളും ഡിഫറൻ്റ് ആയിരിക്കും. ഒരിക്കലും ഒരു നാച്ചുറൽ പേഴ്സണ് കിട്ടേണ്ട റൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഒരു കമ്പനിക്ക് സിമിലറായിട്ട് കിട്ടണമെന്നില്ല. അവർക്ക് ഇപ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, അങ്ങനത്തെ റൈറ്റുകളല്ലാതെ ഒരു ഇൻഡിവിജ്വലിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന റൈറ്റുകൾ പലതും ഒരു കമ്പനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡിസഡ്വാൻറ്റേജാണ്. അടുത്ത വേറൊന്നാണ് ഗ്രേറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.
അപ്പോൾ we know that the companies have enormous powers and enjoy various advantages. Moreover, they also have their own impact on the society. Due to these reasons, the companies are called up to show greater social responsibility in working as compared to form of business organization. അപ്പോൾ ഒരു കമ്പനിക്ക് എപ്പോഴും കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി നിലനിൽക്കുന്നത് സൊസൈറ്റിയിലാണ്. അപ്പം ഈ സൊസൈറ്റിയോട് കമ്പനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവിടുത്തെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഹെൽത്ത്, അങ്ങനത്തെ പല മേഖലകളിലും കമ്പനിക്ക്, അതായത് ഒരു ലിമിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റിന് മുകളിൽ കമ്പനിക്കൊരു നെറ്റ് വर्थോ പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി അവിടെ തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കാരണം സൊസൈറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ഇതുപോലെ നിലനിന്ന് പോകത്തില്ല. സോ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എൻ്റെ ചാനലിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ പിൻ ചെയ്തേക്കാം. അടുത്താണ് നോ എഫക്റ്റീവ് കൺട്രോൾ ബൈ മെമ്പേഴ്സ്. The membership of companies is generally large and the members are scattered at distinct places. Consequently, the members of a company cannot have effective control over its working and day-to-day affairs as it possible in case of other form of a business organization such as sole proprietorship or partnership. അപ്പം സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അവിടുത്തെ മെമ്പേഴ്സൊക്കെ ഒരു ലിമിറ്റ് കാണും. അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയായിരിക്കും അവിടെ ഡീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നോർമൽ റീറ്റെയിൽ സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു അവിടെ ലാർജ് മെമ്പേഴ്സ്, ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പബ്ലിക് കമ്പനികൾക്കും പ്രൈവറ്റിനും അവരുടേതായിട്ടുള്ള ലിമിറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഒത്തിരി നമ്പർ ഓഫ് മെമ്പേഴ്സ് അവിടെ ഒരു കമ്പനിയിൽ കാണും. അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ഇത്രയും പേരും കൂടി ഇരുന്ന് കമ്പനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി മാനേജ്മെൻറ്റിനെയൊക്കെ ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോ എഫക്റ്റീവ് കൺട്രോൾ ബൈ മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും കമ്പനി അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല മറ്റ് ഓർഗനൈസേഷനുകളെ അപേക്ഷിച്ച്. അടുത്തതാണ് ഹെവി ടാക്സ് ബർഡൻ. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ടാക്സ്, അതായത് ഇപ്പം നമുക്ക് ആണെങ്കിൽ ഒരു വലിയ റവന്യൂ ഉണ്ടെങ്കിൽ ആ റവന്യൂവിന് അതിൻ്റെ ബേസിസിൽ ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ഒരു കമ്പനിയിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപകളാണ്. അപ്പം അതേപോലെ തന്നെ അവർക്ക് എക്സ്പെൻസ് ആയിട്ടുള്ള ടാക്സുകൾ, ഇപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ടാക്സ് പോലെയുള്ള ചിലവുകൾ അല്ലെങ്കിൽ അതുപോലത്തെയുള്ള നിയമപരമായിട്ടുള്ള എക്സ്പെൻസുകൾ അവർ കൊടുത്തേ പറ്റൂ. അപ്പോൾ അതൊരു ഫ്ലാറ്റ് റേറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ഹെവി ടാക്സ് ബർഡനാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപകൾക്കാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തതാണ് ഡീറ്റെയിൽഡ് വൈൻഡിങ് എ പ്രൊസീജിയർ. The company can be wound up only by following the procedure prescribed in the Companies Act. This procedure being very elaborated and detailed is expensive and time consuming. അതായത് ഒരു കമ്പനി ഫോം ചെയ്യാൻ നമ്മൾ അറിയാം, അതായത് ഇൻകോർപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടഫാണ്. അതായത് അതിനകത്ത് ഒരുപാട് പ്രൊസീജിയറുകൾ ചെയ്യാനുണ്ട്, ഡോക്യുമെൻറ്റ്സുകൾ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ആ കമ്പനി ഡീറ്റെയിൽ വൈൻഡിങ് അപ്പ് ചെയ്യുക. അതായത് കമ്പനി നിർത്തണമെങ്കിൽ തന്നെയും അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അസറ്റുകളൊക്കെ വെരിഫൈ ചെയ്യണം, ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യണം, അങ്ങനെ ഒരുപാടുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസീവും അതുപോലെ ഒത്തിരി ടൈമൊക്കെ കൺസ്യൂം ചെയ്ത്, കാരണം ഇത്രയും വലിയൊരു പ്രോഫിറ്റൊക്കെ ഉള്ളൊരു ബിസിനസ്, ഒരു വലിയ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷനേക്കാളും കുറച്ചും കൂടെ ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസഡ്വാൻറ്റേജും. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കമ്പനി അഡ്മിനിസ്ട്രേഷൻ്റെ മൂന്നാമത്തെ സീരീസ്, കമ്പനി അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ടുള്ളൂ. അടുത്തത് ക്ലാസിഫിക്കേഷൻ, ഓരോ ബേസിസിൽ നമ്മൾ കമ്പനീസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് ഓഫ് കമ്പനീസിനെ പറ്റിയും ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മാക്സിമം ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.